ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റ് ടൂറാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് വന്നിട്ട്. കയറിയ ഉടനെ തന്നെ ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെന്റിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു റൂമായിട്ട് നെയിൽ സ്റ്റുഡിയോൻ്റെ ഒരു റൂമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പാക്കേജിങ് കമ്പനി ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള ഡോറ് വന്നിട്ട്. ഇവിടെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പാസ്വേഡ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് അപ്പാർട്ട്മെന്റിൻ്റെ ഉള്ളിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് വേ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ടേബിളും ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് സ്റ്റെയർസ് ആണ്. നമുക്ക് 2 ഫ്ലോറാണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങോട്ടുള്ള സ്റ്റെയർ ആണ്. കയറി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. നമുക്ക് ഇവിടെ കോമൺ കിച്ചൺ ആണ്. 6 റൂംസിനും കൂടിയിട്ട് ഒരു കിച്ചൺ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അവനും ഫ്രിഡ്ജും അതുപോലെ തന്നെ സ്റ്റവും ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കിച്ചന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു റിസപ്ഷൻ ഏരിയ പോലെ വരുന്നുണ്ട്. ഇവിടെ ഓണറിന്റെ ഒരു സ്പേസ് ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ വന്നിരിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോമൺ ആയതുകൊണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് ഡ്രൈ ചെയ്യാനായിട്ടുള്ള ഏരിയ വരുന്നുണ്ട്. ലോണ്ട്രി കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൂമിലോട്ടുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ 2 റൂമാണുള്ളത്. അതിൽ ഫസ്റ്റ് എഴുതിയിട്ടുള്ള റൂമാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് റൂമിലോട്ട് പോവാം കേട്ടോ. നമ്മുടെ അപ്പോൾ ഒരു കുഞ്ഞൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ്റൂം ആണുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു ബെഡ് ഉണ്ട്. പിന്നെ ഒരു കബോർഡ് ഉണ്ട് നമുക്ക്. പിന്നെ 2 സൈഡിലുമായിട്ട് 2 സൈഡ് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കബോർഡ്സ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു TV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങളൊരു പൂജാമുറി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സ്പേസ് ഒക്കെ മിനിമൽ ആയ കാരണം നമ്മൾ സ്യൂട്ട് കേസ് ഒക്കെ ഇവിടെ താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റഡി ടേബിളിൻ്റെ താഴെ തന്നെ നമുക്ക് ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂമിൽ തന്നെ ഹീറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ AC ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ആ ടോൾ ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ, ആ ടോൾ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടൊരു സറൗണ്ടിങ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു ടേബിളൊക്കെ കാണുന്നില്ലേ, അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പഠിക്കാനും ചില്ല് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നേരത്തെ കണ്ടതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ എബ്രോഡ് പോയി പഠിക്കുമ്പോൾ എത്ര എക്സ്പെൻസ് ആവും എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ 2 പേരും വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റ് ആണ്. ഹലോ, എൻ്റെ പേര് ബിൻസി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അപ്പാർട്ട്മെന്റിന് ഞങ്ങളിവിടെ റെന്റ് കൊടുക്കുന്നത് മന്ത്ലി അറൌണ്ട് $370 ആണ്. അതായത് ഇന്ത്യൻ റുപ്പീസ് അറൌണ്ട് ഒരു 30,000 അടുത്താണ് നമ്മൾ റെന്റ് കൊടുക്കുന്നത്. സോ അപ്പോൾ ഈ $370 തന്നെയാണ് നമ്മുടെ റെന്റും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽസ്, അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ, പിന്നെന്താണ് ഈ ഗ്യാസ് ബിൽസ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അപ്പം നമുക്ക് അതിൽ വേറൊരു എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ മുന്നേ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ റെന്റ് സെപ്പറേറ്റ്, അതുപോലെ തന്നെ ബിൽസ് എല്ലാം നമ്മളാണ് പേ ചെയ്തിരുന്നത്. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിന്റർ ആകുമ്പോഴും അതുപോലെ തന്നെ സമ്മർ ആകുമ്പോഴൊക്കെ, വിന്ററിൽ നല്ല തണുപ്പായിരിക്കും ഇവിടെ. അപ്പം നമ്മൾ ഹീറ്ററൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഹീറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ് ബില്ല് ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സമ്മറിൽ നമ്മൾ AC ഒക്കെ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ബില്ലും ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഈ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ 370 നമ്മളെ എല്ലാ യൂട്ടിലിറ്റി ബിൽസും ആഡ് ആവുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് പേരൻസ് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി അറൌണ്ട് ഒരു 20,000 to 22,000 ഇന്ത്യൻ മണി നമുക്ക് സെൻഡ് ചെയ്ത് തരും. സോ അതിൽ തന്നെ ഇപ്പോൾ ഒരു 16,000 അറൌണ്ട് നമുക്ക് റെന്റിന് കൊടുക്കണം. സോ ബാക്കി വന്നിട്ടുള്ളതാണ് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസും അതുപോലെ തന്നെ ഗ്രോസറീസിനുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് മന്ത്ലി നമുക്കൊരു 20,000 to 22,000 ആണ് നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. അത് ഞങ്ങൾ ഭയങ്കര ചിലവ് ചുരുക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അത് ഓരോരുത്തരുടെ ലൈഫുമായിട്ട് ഡിപ്പെൻഡഡ് ആയിരിക്കും. ഞങ്ങൾ ഇതിൽ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിനൊക്കെ ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നമ്മൾ മൈക്കൊന്നും വാങ്ങിച്ചിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ, അതായത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഉള്ളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അതെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വല്ല ഡൗട്ട്സ് എങ്ങാനും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇതെന്റെ ഫ്രണ്ട് ബിൻസിയാണ്. ഹലോ, സോ എൻ്റെ പേര് ബിൻസി, എൻ്റെ വീട് ആലപ്പുഴയാണ്. സോ അപ്പോൾ ഈ 370 ടെൻഷൻ അടിക്കണേ. സോ അപ്പൊ ഈ 370 ഞാൻ പറയുന്നത് ഞാൻ പറയാം. എന്താന്ന് വെച്ചാല് നമ്മുടെ വിന്റർ ആവുമ്പോൾ അതുപോലെ തന്നെ സമ്മർ ഒക്കെ ഒന്നും കൂടെ